ഫെറാറി കിടക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ നോക്കാം. 2000, 3000, 4000 ആണ്. ഇത് 1000 ദിർഹം, 22,000 രൂപയുടെ കണ്ണാടി ഇരിക്കുന്നത്. ഫെറാറിയുടെ മെയിൻസ് കാറാണ്. 305. കാറിന് അത്രയ്ക്ക് വലിയ റേഞ്ചില്ല. ഇത് റിമോട്ട് കാറാണ്. 250 കപ്പിനൊക്കെ എത്ര രൂപ. ഫെറാറി വേൾഡിൻ്റെ കീ ചെയിൻസ് 22,000 രൂപയുടെ ഷർട്ട്, തൊപ്പി എല്ലാം 20,000, 30,000. പ്രൈസിന് പോകുമ്പോൾ ഇടുന്ന റൂമയുടെ ടീഷർട്ട്. എവിടെ നിന്ന് ഫോട്ടോ എടുക്കാം? 125. അങ്ങനെ എന്താണ് ചെറിയ ഫെറാറി അടിപൊളി ഫോട്ടോഷൂട്ട് കിട്ടും. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. 200 എത്ര രൂപ. ഈ വീഡിയോ ഞാൻ എന്തായാലും ബിലാലിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കും. 4000 രൂപയ്ക്ക് കുറഞ്ഞ ഒരു ടീഷർട്ട് പോലും ഇല്ല. 150 രൂപ. ജംഗ്ലി ബുക്ക് തന്നെ ഇവിടെ. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പം നിൽക്കുന്ന ഫെറാറി വേൾഡിലാണ്. കണ്ടല്ലോ ഫെറാറി വേൾഡിലാക്കുന്നത്. ഇവിടെ കുറേ ഫോട്ടോസ്പോട്ടും കാര്യങ്ങളുണ്ട്. വേൾഡ് ഫാസ്റ്റസ്റ്റ് റോളർ കോസ്റ്ററാണ് ഈ ഫെറാറി വേൾഡിലുള്ളത്. ഏകദേശം 230 വരും. അപ്പോൾ നമ്മൾ എന്തായാലും അകത്തോട്ട് കയറി കുറേ ഫോട്ടോസ്പോട്ടും കാര്യങ്ങളും പോകും. നമ്മൾ അതിനകത്ത് കയറുന്നില്ല. അതിന് ഏകദേശം 250 ആ റേഞ്ചാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഫോട്ടോസ്പോട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോസ്പോട്ട് കയറിയിട്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. WPയുടെ മറ്റേ ഇൻഡോർ സ്റ്റേഡിയം ഇല്ലേ, പിള്ളേർ കളിക്കത്തില്ല കാർട്ടൂൺസ്, അതിൻ്റെ പിള്ളേർ. ഞാനും ഇതിൻ്റെയൊക്കെ ഭയങ്കര ഫാൻസായിരുന്നു കേസ്. ദൂരമൊക്കെ ടോമാഞ്ചെറി ഇതിൻ്റെയൊക്കെ ഫാൻസായിരുന്നു കേസ്. അപ്പോൾ WPയുടെ ആ ഒരു എൻട്രൻസ് ആകട്ടെ. അത് ഇൻഡോർ സ്റ്റേഡിയമാണ്. ഇൻഡോർ അകത്താണ് നമ്മൾ തൊട്ടപ്പുറത്ത് ഫെറാറി നേരിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. Building structure, that's a Ferrari world. A world first Ferrari-inspired theme park. Where there is robots with the speed of 220. 220 സ്പീഡിൽ പോണ വേൾഡിലെ ഫാസ്റ്റസ്റ്റ് റോളർ കോസ്റ്ററാണ് ഇതിനകത്തുള്ളത്. ബസ്സുകൾ വന്ന് മറിയുകയാണ്. ഇതാണ് ഫെറാറി വേൾഡ് കേട്ടോ. നമുക്ക് അതിൻ്റെ രാത്രി ആയതുകൊണ്ടൊന്നും വലുതായിട്ട് എടുക്കാൻ പറ്റിയില്ല. പോയിസ് വേറൊരു ആഗ്രഹമായിരുന്നു നമ്മൾ ഫെറാറി വേൾഡിൽ വരണമെന്ന്. അപ്പോൾ അവിടെ കയറിയിട്ട് കുറേ ഫോട്ടോഷോട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് ജസ്റ്റ് എടുത്ത് നമ്മളവിടെ വന്നവരാണ്, ഈ ബസ്സിൽ വന്നവരാണ്. ഇതിൽ നിന്ന് മേളിലോട്ട് കയറുക. ഓക്കെ, നമ്മളെന്തായാലും മേളിലോട്ട് കയറിയിട്ട് ഫോട്ടോസ്പോട്ട് ഉപയോഗിച്ച് എന്ത് ഭീമാകാരമായ സംഭവമാണെന്ന് നോക്കി. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് എടുത്താണ് നമ്മൾ ആ റോളർ കോസ്റ്ററിൽ കയറേണ്ടത്. ഇവിടെ നിന്ന് ഇതാണ് ഫോട്ടോ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. ഫോട്ടോസ് എടുക്കാനായിട്ട് ആൾക്കാർ വന്നിട്ട് ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എനിക്ക് എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കും. ഇത് തന്നെ മതിയല്ലോ നമുക്ക്. എന്തായാലും ഞാൻ നോക്കട്ടെ, വീഡിയോ എടുത്ത് തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഫോട്ടോ എടുത്ത് തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോട്ടോ എടുക്കും. ഇവിടെ നമ്മുടെ കാർഡ് തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ അവിടെ എന്താ പറയുന്നത് പോയിട്ടുണ്ട്. നമ്മൾ ഫെറാറി വേൾഡിലോട്ട് കടന്നിരിക്കുകയാണ് ഗൈസ്. ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വരണമെന്ന്. അപ്പോൾ എന്തായാലും ഇവിടെ കയറിയിട്ട് കുറേ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്താ വെച്ചാൽ ഫോട്ടോസൊക്കെ എടുക്കാം. ഇവിടെ ഫെറാറിയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള കാർ ആയിരിക്കൊണ്ട് നല്ല വിലയാണ്. ഒരു രക്ഷയില്ലാത്ത വിലയാണ്. കണ്ടോ, ഇതൊക്കെ തുറന്ന് വെച്ചിരിക്കുന്നുണ്ട്. അതേപോലെ ഇരിക്കും. പിന്നെ അവരെ ടീഷർട്ട്സും കാര്യങ്ങളൊക്കെയാണ്. നല്ല റേറ്റ് ആയിരിക്കും ഗൈസ്. അതുകൊണ്ട് നമ്മൾ വലിയ നിയമണയൊക്കെ കാണിച്ചു തരാം. 375 AD, അതായത് 23 കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇന്ത്യ ചെയ്ത് കിട്ടുന്നവർക്ക് 3000, 4000, 5000 രൂപ ആവും. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് ഫെറാറി വേൾഡ്. നമ്മൾ അകത്തോട്ട് കിടക്കുകയാണ്. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം അവിടെയാണ്. അവിടെ 200 എത്ര രൂപ എടുത്താലും ടിക്കറ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. എന്തായാലും ഫെറാറി വേൾഡിൻ്റെ അകത്തോട്ട് കിടന്നിരിക്കുകയാണ്. ഇതുവരെ തന്നെ തിരിച്ചിറങ്ങണം കേട്ടോ. അപ്പം ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോസ് ഉണ്ട് ഫെറാറി വേൾഡ്. അവിടെ നിന്ന് എടുക്കുന്നുണ്ട് ഗൈസ്. ഈ വീഡിയോ ഞാൻ എന്തായാലും ബിലാലിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അവനും ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വരണമെന്ന്. അവൻ ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ പറഞ്ഞത് ഫെറാറി വേൾഡിൽ പോകണമെന്ന് പറയുക. അപ്പോൾ അവന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഒരു രക്ഷയില്ല. ഫെറാറിയെ കിടക്കുന്നുണ്ട്. ഞാൻ തൊട്ട് കയറാം കേട്ടോ. ഇവിടെ ഒരു ഫെറാറി കിടക്കുന്നുണ്ട്, കാണിച്ചു തരാം. ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫെറാറി നേരിട്ട് കാണുന്നത്, റേസിംഗ് കാർ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫെറാറി റേസിംഗ് കാർ. ഓക്കെ ഗൈസ്, എന്തായാലും ഫ്രണ്ടിൽ കയറി നിന്നെടുക്കാം, നോക്കാം. ചെയ്ത ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഫോട്ടോ എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം. ഫോട്ടോ എടുക്കാൻ പറ്റും. ഇവിടെ ഫോട്ടോസൊന്നും എടുത്ത് തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇതാണ് നമ്മുടെ ഫെറാറി റേസിംഗ് കാർ. ഫോട്ടോ എടുക്കാൻ കാശ് കൊടുക്കുന്നില്ല. അവിടെ എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ടൊന്നും ഇതിൻ്റെ അകത്ത് ഫെറാറിയുടെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ടീഷർട്ട്സും പിന്നെ ഇങ്ങനെ ഗാഡ്ജറ്റും കൈയിടുന്നത് കേസ് നമുക്കൊന്ന് കയറി നോക്കാം. എല്ലാം ഫെറാറിയുടെ ബ്രാൻഡഡ് സാധനം. എല്ലാത്തിനും 4000. ഇതിന് എനിക്ക് തോന്നുന്നു 22,000 രൂപ വരും. അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. ഇവിടെ ഫെറാറിയുടെ ഉടുപ്പ്, ഡ്രസ്സ്, കപ്പ്, അങ്ങനെയുള്ള കുറേ ഏതാണ്ട്. ഇവിടെ നമ്മൾ ഫെറാറിയുടെ ഇതിന് പോകത്തില്ലേ, ആ സമയത്ത് റേസിന് പോകുമ്പോൾ ഇടുന്ന റൂമയുടെ ടീഷർട്ട്
പിന്നെ കപ്പുണ്ട് കേട്ടോ, കപ്പ് വെച്ചിരിക്കുന്നത് കപ്പ്. പിന്നെ ഇത് ടോയ് കാറുകളാട്ടോ. ഇതൊക്കെ ഭയങ്കര റേറ്റാണ് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത റേറ്റിലായിരിക്കും ഈ വണ്ടിയും കാറുകളൊക്കെ കൊടുക്കുന്നത്. ഇതിൻ്റെ തൊപ്പിയാണ്. തൊപ്പിക്ക് എത്ര ഐഡിയ? 200, അതായത് ഏകദേശം 5000 രൂപ വരും ആ ഒരു തൊപ്പിക്ക്. ഈ ഒരു തൊപ്പിക്ക് ഈ കാറിൻ്റെ കാര്യം നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നോക്കി. കണ്ണാടിയൊക്കെ, ഫെറാറിയുടെ മോതിരം, കീ ചെയിൻസ് 400 ഗൈസ്. പിന്നെ ടീഷർട്ട്സ് ഉണ്ട്. ടീഷർട്ട്സ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാത്തിനും 2000, 3000, 4000 ആണ്. ഇത് 1000 ദിർഹം, 22,000 രൂപയുടെയൊക്കെ കണ്ണാടി ഇരിക്കുന്നത് ഗൈസ്. പിന്നെ കപ്പുണ്ട്, പിന്നെ ടീഷർട്ട്, തൊപ്പി എല്ലാം 20,000, 30,000 ആ റേഞ്ചാണ് വരുന്ന. കാർ ഇരിക്കുന്നുണ്ട്. ഫെറാറിയുടെ മെയിൻസ് കാറാണ്. ഇതിൻ്റെയൊക്കെ AD പറഞ്ഞു കഴിഞ്ഞാൽ 305 ഗൈസ്. അപ്പോൾ ഏകദേശം 4000, 5000 രൂപ വരും അതിന്. അത് വിലക്കുറവാണ് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ കാറുകളിരിക്കുന്നുണ്ട്. ഇതൊക്കെ 400 ഗൈസ്. ഉടുപ്പിന് ഡ്രസ്സിന് ഭയങ്കര റേറ്റ്, പക്ഷേ കാറിന് അത്രയ്ക്ക് വലിയ റേഞ്ചില്ല ഗൈസ്. റിമോട്ട് കാറാണ്. കാറുകളെ ബഹളമാണല്ലോ ഗൈസ്. റിമോട്ട് കാർ, സാധാ കാറ് അങ്ങനെയുള്ള ഇതിന് 250. എല്ലാം 4000, 5000 റേഞ്ച് വരുന്ന കാറുകളെല്ലാം ഒറിജിനൽ സാധനം. ഒറിജിനൽ ഫെറാറി. ഒറിജിനൽ എന്ന് വെച്ചാൽ ഫെറാറിയുടെ കമ്പനിയിൽ നിന്ന് ഉണ്ടാക്കി വരുന്ന വണ്ടീസാണ് ഫുള്ളുള്ളത്. കുട്ടീസ്, പിന്നെ ഫെറാറിയുടെ ആ ഒരു ടീഷർട്ട്സ്. ഒരു രക്ഷയില്ല. ആൾക്കാരൊക്കെ പേടിക്കുന്നുണ്ട് ചിലത്. കാര്യം ഫെറാറി വേൾഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ആൾക്കാർ പേടിക്കില്ലോ. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഈ അടുത്ത ടീഷർട്ട്സ്, കപ്പുകൾ. ഈ കപ്പിനൊക്കെ എത്ര രൂപ? 140 AD. 140 AD എന്ന് പറയുമ്പോൾ ആദ്യം 3000 രൂപയുടെ അടുപ്പിച്ച് വരും. കീ ചെയിൻസ് ഉണ്ട് കേട്ടോ, നോർമൽ കീ ചെയിൻസ്. ഫെറാറിയുടെ നോർമൽ കീ ചെയിൻസ്. ഇത് ഫെറാറി വേൾഡിൻ്റെ മാഗ്നറ്റ്സാണ്. 95 ദിർഹം. ഇത് ഇത്രയും കിട്ടും കേട്ടോ. കുറേ മാഗ്നറ്റ്സ് കിട്ടും. ഇത് ഫെറാറി വേൾഡിൻ്റെ കീ ചെയിൻസ്. ഇത് എത്ര ദിർഹം? നല്ല കാശാണ് കേട്ടോ, നല്ല കാശുണ്ട്. ടീഷർട്ടുകളാണ് രക്ഷയില്ലാത്ത ടീഷർട്ട്. എല്ലാം 4000 രൂപയ്ക്ക് കുറഞ്ഞൊരു ടീഷർട്ട് പോലുമില്ല. നമുക്ക് നോക്കാം. ഈ ടീഷർട്ട് നോക്കാം എത്ര രൂപ. നല്ല പളങ്ക് പോലത്തെ ടീഷർട്ടാണ് ഈ ടീഷർട്ട്. 3000 രൂപ. 3000 രൂപയാണ് ഈ ടീഷർട്ട്. 1250 ദിർഹമാണ് വരുന്നത്. അബുദാബി എന്നൊക്കെ പറഞ്ഞ് ഫെറാറിൻ്റെ അത് എഴുതി വെച്ചാൽ ഈ സാധനത്തിൻ്റെ 150 ദിർഹം. 3000 രൂപ. ഈ സാധനത്തിന് 3000 രൂപ രക്ഷയില്ല. പക്ഷേ ഫെറാറി വേണ്ടി വന്ന് മേടിക്കുന്നത് അത് വേറൊരു കാര്യമാണ്. ഓക്കെ. ഫാൻസ് ഉണ്ട്. പിന്നെ കുറേ സംഭവങ്ങളുണ്ട്. കുറേ ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതേപോലൊരു സംഭവം ഉണ്ടാക്കി കിട്ടേക്കാണ് ഗൈസ്. ഫെറാറി കിടക്കുന്നുണ്ട്. ഇവിടെ നോ എൻട്രി. ഇവിടെ പൈസ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു അതിൻ്റെ അകത്ത് ഇരുന്ന് ഫോട്ടോ എടുത്ത് തരും എന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഇതേപോലെ പൈസ കൊടുക്കുക, എന്നിട്ട് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുക. കിടക്കുന്നുണ്ടല്ലോ, അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക. 125 അങ്ങനെ എന്താണ് അത്ര റേഞ്ചാണ്. ഫോട്ടോസ് എടുക്കാനും എല്ലാത്തിനും കാശാണ്. അവിടെ ഒരു ഫെറാറിൻ്റെ കാർ കിടക്കുന്നത്. ഏത് കാറും മോഡൽ നമുക്കറിയത്തില്ല. അവരതിനങ്ങനെ പറഞ്ഞിട്ടില്ല. അതിനകത്ത് ഉണ്ടായിരുന്നു നിങ്ങൾ പറയായിരുന്നു. ഇത് മാറ്റി ഈ കീ ചെയിനൊക്കെ ഇത്രയും വില തരുന്നത്. 2000 രൂപയ്ക്കാണ് ഒരു കീ ചെയിൻ്റെ വില വരുന്നത്. പിന്നെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക, അവിടെ പോയി ഫോട്ടോ എടുക്കുക, എത്ര ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും പോകും. എനിക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് തുടങ്ങി. ഫോട്ടോ എടുക്കാൻ പാടില്ലല്ലോ, കണ്ട അവർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫോട്ടോ എടുക്കാം. 120 ദിർഹം ആ റേഞ്ചാണ് വരും. നമ്മുടെ ഫീൽ ചെയ്യുക, അവിടെ കയറുക, ഫോട്ടോസ് എടുക്കുക. ഇത്ര ഉള്ളു. ഇപ്പം ഇത് നമ്മളെ എക്സിറ്റാണ്. അതായത് നമ്മൾ ഫെറാറി വേൾഡിൽ വന്നിട്ട് അവിടുത്തെ റീഡൊക്കെ കഴിഞ്ഞിട്ട് എക്സിറ്റ് വരുന്ന റൂട്ട്. അപ്പോൾ ആ സമയത്താണ് ഇവിടെ വന്ന് നോക്കിക്കുന്നത്. സാധനങ്ങൾ മേടിക്കാൻ പറ്റും. ഒടുക്കത്തെ വിലയാണ് കാര്യം. പക്ഷേ ഫെറാറി വേൾഡ് വന്നിട്ട് ഈ സാധനം മേടിക്കുന്ന വേറൊരു ലെവലാണ്. അത് വേറൊരു കാര്യം. അതായത് ഇനി നമ്മൾ ഇറങ്ങുകയാണ്. ഇതിനകത്ത് വലിയ സംഭവമൊന്നുമില്ല, ഫോട്ടോ സ്പോട്ട് മാത്രമേ ഉള്ളൂ. കണ്ട ഒരു ചെറിയ ഫെറാറി കിടക്കുന്നുണ്ട്. ഇത് ഓടുന്നതാണോ പീസ്? ഓടുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ചെറിയ ഫെറാറിയാണ്. എഞ്ചിനൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ. നമ്മൾ പണ്ട് ഒക്കെ ഞാൻ ഇതിൻ്റെ റേസിംഗ് ഇപ്പോൾ ഉണ്ടായിരുന്നതാണ് കേസ്. ഒരു ഫെറാറിയുടെ ഫ്രണ്ട് ഏജ് എടുത്ത് വെച്ചിട്ടുണ്ട്. രക്ഷയില്ല. എന്തായാലും നമ്മളിനി അവിടെ നിന്ന് ഇറങ്ങട്ടെ. നമുക്കിതിലൊന്ന് കയറാനുള്ള എടുക്കാനുള്ള സമയമൊന്നുമില്ല. 20 മിനിറ്റ് 30 മിനിറ്റൊക്കെ ഇവർ പറയുന്നത്. ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇറങ്ങി ബസ്സിൻ്റെ അടുത്ത് പോകാം. ഓക്കെ കേസ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത ഷോപ്പ് എന്താണ് അവിടെ എന്തൊക്കെ നോക്കാം.
അടിപൊളി ഫോട്ടോ ഷൂട്ട് കേട്ടോ. അവിടെ ഫോട്ടോ വരുമ്പോൾ അവിടെ ഫോട്ടോയും വരും ആ സ്പോട്ട്. കാര്യം നമുക്ക് എന്തായാലും ഇവിടെ വരാൻ പറ്റുമല്ലോ, അതാണ് വല്ലാത്തൊരു ഇതാണ് ഫെറാറി വേൾഡിൻ്റെ ആ ഒരു ഭീമാകാരമായ സ്ഥലത്തിരിക്കുക. രാത്രിയായി പോയിട്ട് അത് കാരണം നമുക്ക് ഫെറാറി വേൾഡിൻ്റെ ഫുൾ വീഡിയോസും ഫോട്ടോസും നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ നിന്ന് കയറണമെങ്കിൽ എൻട്രി ടിക്കറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് എൻട്രി ടിക്കറ്റ് കൊടുത്തിട്ടേ അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ, അല്ലാതെ ആർക്കും കയറാൻ പറ്റുന്നില്ല. അതായത് കണ്ടോ ഫെറാറി കറങ്ങി നിൽക്കുന്നുണ്ട്, അത് അടിപൊളി കേട്ടോ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം 200 എത്ര രൂപ, 230 ദിർഹം ആ ഒരു റേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കും. അപ്പം അവിടെ നിന്ന് നമുക്ക് നേരെ ഇവിടെ നിന്ന് എൻട്രി ചെയ്തിട്ട് അകത്ത് കയറിയിട്ട് ഉള്ള റോളർ കോസ്റ്റും പിന്നെ അങ്ങനെയുള്ള കുറേ റൈഡും കാര്യങ്ങളില്ലേ, അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പം അതിനൊന്നും നമുക്ക് സമയമൊന്നുമില്ല. നമ്മൾ പിന്നെ ഒരു ദിവസം വന്നിട്ട് ഇവിടെ എൻട്രി ചെയ്തിട്ട് കയറി നമ്മൾ ഫുൾ എടുക്കുന്നുണ്ട്. ഇപ്പം എന്തായാലും ഇവിടെ വരാൻ പറ്റി എനിക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ വരാൻ പറ്റുമെന്ന്. ദുബായിൽ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ല ഇവിടെയൊക്കെ വരാൻ പറ്റുമെന്ന്. പക്ഷേ ദുബായിൽ എവിടെയും വരാൻ എളുപ്പമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കൊച്ചു കുഞ്ഞിന് വരെ നമുക്ക് വരാൻ പറ്റും. അതാണ് ദുബായിയുടെ ഒരു പ്രത്യേകത വരുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ അബുദാബിയിലാണ് നിൽക്കുന്നത്. അബുദാബി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. വൺ ഡെവലപ്പാണ് അബുദാബിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വന്നൊരു 10-15 വർഷത്തിനുള്ളിൽ അബുദാബി വൺ ഡെവലപ്പ്. പടവണ്ടാരമായ സാധനമൊക്കെ നോക്കി ഇത് വെളിയിൽ നിന്ന് കാണുമ്പോൾ ഒരു രസമാണ് ഗൈസ്. പക്ഷെ വെളിയിൽ നിന്ന് രാത്രിയായി പോയി ഗൈസ്. വെളിയിൽ നിന്ന് ആ വിഷ്വൽ കിട്ടത്തില്ല. ഞാൻ വേണമെങ്കിൽ ഏതെങ്കിലും വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്ത് കയറ്റി തരാം ഗൈസ്. വിഷ്വൽ രക്ഷയില്ലാത്ത ഒരു ഫ്ലോർ തന്നെയാണ്. നമുക്ക് ഇതിനകത്ത് റോളർ ക്രോസിൽ കയറാം. രാത്രിയായി പോയി. പിന്നെ ഒരു വട്ടം വന്നിട്ട് നമ്മൾ ഉറപ്പായിട്ട് കയറും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ദുബായിൽ നമ്മൾ ഇനി വരുമെങ്കിൽ ഇവിടെ കയറും. കുറച്ച് ഇതിന് വേണ്ടി മാത്രമായിട്ട് വന്നു കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോളർ ക്രോസ് എന്ന് അറിയാം, നമ്മുടെ വീഗാലാൻഡിലൊക്കെ പോകത്തില്ലേ, അതേപോലെ ഇഷ്ടംപോലെ റോളർ ക്രോസ് ഉണ്ട്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് വേൾഡിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് റോളർ ക്രോസാണ് ഇവിടെ ഉള്ളത്. ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടായിട്ട് ഫോട്ടോ എടുക്കാൻ പ്രശ്നമില്ല. ആരെങ്കിലും കൈ കൊടുക്കാൻ അവർ തന്നെ ഫോട്ടോ എടുക്കും. അതുകൊണ്ട് വലിയ വിഷയമില്ല, അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കണമെന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കുക, ഗീവ് ടേക്ക് ഫോട്ടോ എടുക്കലാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. കാര്യം ബസ്സിൽ പോവുക. ബസ്സിൽ ഏകദേശം 8 മണി 9 മണിയാകുമ്പോൾ നമ്മൾ ദുബായിലെത്തണം. അതാണ് പ്രത്യേകത. ഇവിടെ നിന്നാണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്നത്. ഈ ഒരു ദുബായിയുടെ ആ ഒരു എൻട്രൻസിൽ അവിടെ നിന്നാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും വന്ന് നമുക്ക് റൈഡിൽ കയറണമെങ്കിൽ രാവിലെ വരിക. നമ്മൾ വീഗാലാൻഡിൽ വരുന്നില്ല, അതേപോലെ സെയിം സാധനം ഫാസ്റ്റസ്റ്റ് റോളർ കോസ്റ്റർ കൊണ്ടുവരുന്നത് ഇവിടെ. ഇതൊരു തീം പാർക്കാണ്. തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഒരു പാർക്കാണ്. ഈ തീം പാർക്ക് എന്ന് പറയാം. ഓക്കെ, വേൾഡിലെ ഫസ്റ്റ് തീം പാർക്ക് ഫെറാറിയുടെ തീം പാർക്കാണ് ഈ കാണുന്നത്. ജംഗിൾ ബുക്ക് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു റെസ്റ്റോറൻ്റ് ആട്ടോ, അടിപൊളി. ആനയുണ്ട് അതിൻ്റെ അകത്ത്. എല്ലാം സൗണ്ടായി കേൾക്കുന്നുണ്ട്. ആന നോക്കി അവിടെ മറ്റില്ല കിങ് കോങ് ഒക്കെ അവിടെ നിൽപ്പുണ്ട്. റെസ്റ്റോറൻ്റ് ഇറക്കി ഏരിയ എന്തെങ്കിലും മേടിക്കട്ടെ. പിന്നെ ഇവിടെ കീ ചെയിൻസ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ. ഫെറാറി വേൾഡ് അവിടെയാണ്. പിന്നെ ഇത് സാധാ നോർമൽ കടകളില്ലേ, ഫെറാറി വേൾഡ് അതിൻ്റെ അകത്താണ് ഫെറാറിയുടെ സംഭവം. അബുദാബി അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനത് കറങ്ങുന്നുണ്ട് ഗൈസ്. ഇത് എത്ര ദിർഹം? 20 ഇതിന് നല്ല വിലക്കുറവാണ്. 30 ദിർഹം ആ റേഞ്ചാണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളെന്തായാലും ഇനി പോവുക ഗൈസ്. ഇപ്പോൾ ഒന്നും നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല. കാര്യം പെട്ടെന്ന് കണ്ട് ഇറങ്ങണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കാരണം കൊണ്ടാണ് നമ്മൾ ആ ഒരു റേഞ്ച് വരുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് വരാൻ നേരത്ത് നമുക്ക് സംഭവം നോക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, ഇവിടെ വേറെ കുറേ സംഭവങ്ങളുണ്ട്. ഗെയിമിംഗ് പോയിൻ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് വേണ്ടി കളിക്കാനും. ഇത് പെട്ടിയിലൊക്കെ ഇരുന്ന് പോകും പൈസ. ഇത് കൊള്ളാലോ. ഇത് ജസ്റ്റ് ചാർജ് ചെയ്യുക. അവരെ ഫ്യൂച്ചറിക്കലായിട്ടുള്ള സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുകയാണ് കേട്ടോ. ഓക്കെ ഗൈസ്, എന്തായാലും ഞാനിനി ഇവിടെ നിന്ന് ഇറങ്ങി താഴെ ബസ്സുള്ള സ്ഥലത്ത് പോട്ടെ. ബിസ്കാണ്ട് ഇവിടെ നിന്ന് നോക്കുക. ഫെറാറി വേൾഡ് രക്ഷയില്ലാത്ത അന്യായ വ്യൂ ആണ്. ഓ ഗൈസ്, എന്തായാലും ഇവിടെ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സൂനിയർ ഷോപ്സ് ഉണ്ട് കേട്ടോ. കീ ചെയിൻസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള ഇഷ്ടംപോലെ സൂനിയർ ഷോപ്പും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അബുദാബിയുടെ സൂനിയേഴ്സ് കീ ചെയിൻസാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. കണ്ട കത്തിയൊക്കെ വെച്ചിട്ടുള്ള കീ ചെയിൻസ്. കത്തിയില്ല, അത് സ്ക്രൂ ഡ്രൈവറൊക്കെയാണ്. പിന്നെ അതാണ്ട് അബുദാബി എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഒരു കപ്പ് ഏകദേശം 35 ദിർഹം, ഏകദേശം 600 രൂപ ആ റേഞ്ച്. അതൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടി രണ്ടിടുമ്പോൾ പോകും. ഇപ്പോൾ വന്ന് നമ്മുടെ ടൂർ എൻ്റെ ആയിട്ട് തോന്നുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുക. ഇവിടെ നമ്മൾ ജസ്റ്റ് എക്സിറ്റ് ചെയ്യുക. നമ്മൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഫെറാറി വേൾഡ് കേട്ടോ. ഫെറാറി വേൾഡിൻ്റെ എൻട്രി പോർഷൻ ആ പോർഷനായിട്ട് വരും. ഇത് ഈ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ഒരു ബിൽഡിംഗ് ചുമ്മാ ഷോപ്പിങ്ങും അതിനു വേണ്ടിയുള്ള സാധനം. ഇതാണ് ഫെറാറി വേൾഡ്. ഇവിടെയാണ് ഫാസ്റ്റസ്റ്റ് റോളർ കോസ്റ്റും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉള്ളത്. ഈ ഒരു പോർഷനിലാണ് നമ്മുടെ ബസ്
ജസ്റ്റ് ഒന്ന് നോക്കാം ബസ് എവിടം വരെ എത്തിയെന്ന്. ബസ്സിൻ്റെ നോക്കുന്ന വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അത് ഞാൻ എന്തായാലും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഫെറാറി വേൾഡ്, ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് റോളർ കോസ്റ്ററുള്ള ഏക സ്ഥലമാണ് ഫെറാറി വേൾഡ്. ലോകത്തിലെ ഏറ്റവും ഫസ്റ്റ് ഫെറാറിയുടെ തീം പാർക്ക് എന്ന് പറയുന്നത് ദുബായിൽ, അബുദാബിയിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, എന്തുമാത്രം ഡെവലപ്പാണ് ഇവിടെ നമ്മൾ UAE ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാവും. അപ്പോൾ ഇത്തരമുള്ള വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോവുകയാണ്. ഇവിടെ ഇന്നത്തെ ആൾക്കാർ ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കുന്നത് ഫെറാറി വേൾഡ്. അപ്പോൾ നമുക്കും അവിടെ നിന്ന് ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ എടുക്കാൻ ആരെങ്കിലും എടുത്തു തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതും എടുക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. പിന്നെ ലൈക്ക് കൂടെ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത്രയുള്ള ഗൈസ്. അപ്പം നമ്മൾ ഫെറാറി വേൾഡിൽ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകും. ഇനിയും വരുന്നുണ്ട് വീഡിയോ, ഇഷ്ടം പോലെ വീഡിയോസ് വരുന്നുണ്ട്. UAE വന്നിട്ട് 19-20 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നിങ്ങൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും സംഭവങ്ങൾ വരുന്നുണ്ട്, ഇനിയും വീഡിയോസ് വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ബൈ ബൈ.